തിരുവനന്തപുരത്ത് വാടക വീടെടുത്ത് പിണറായി വിജയൻ. ഇനി താമസം പുതിയ വീട്ടിൽ. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഇറങ്ങിയതിന് പിന്നാലെ തിരുവനന്തപുരത്ത് വാടക വീടെടുത്ത് പിണറായി വിജയൻ. ബേക്കറി ജംഗ്ഷനിൽ RBIക്ക് സമീപത്താണ് വീട് വാടകയ്ക്കെടുത്തത്. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്ത പശ്ചാത്തലത്തിൽ നിലവിൽ കാവൽ മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയ പിണറായി വിജയൻ വാടക വീട്ടിലേക്ക് താമസം മാറ്റി. ക്ലിഫ് ഹൗസിൽ നിന്ന് സാധനങ്ങളൊക്കെ പുതിയ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ പിണറായി വിജയൻ ചിന്താ ഫ്ലാറ്റിലേക്ക് മാറുമെന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനുള്ള ഫ്ലാറ്റ് വൃത്തിയാക്കി സജ്ജീകരിച്ച് വെച്ചിരുന്നു. എന്നാൽ പുതിയ വീട് വാടകയ്ക്കെടുത്ത താമസം അതിലേക്ക് മാറ്റുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് എന്നത് സംബന്ധിച്ച ചർച്ച പാർട്ടിയിൽ തുടരുന്നുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാവുകയാണെങ്കിൽ ഔദ്യോഗിക വസതിയായി ലഭിക്കുന്ന കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറിയേക്കും. കോടിയേരിക്ക് പകരക്കാരനാകാൻ ഗോവിന്ദന് കഴിഞ്ഞില്ല. തോൽവിയുടെ പ്രധാന ഉത്തരവാദി പിണറായി. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ഇടതുമുന്നണിയിൽ ഭിന്നത രൂക്ഷമാകുന്നു. കോട്ടയത്ത് നടന്ന കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത്. അന്തരിച്ച നേതാവ് കോടിയേരി ബാലകൃഷ്ണന് പകരക്കാരനാകാൻ MV ഗോവിന്ദന് സാധിച്ചില്ലെന്ന് യോഗം വിലയിരുത്തി. ഗോവിന്ദന്റെ ശൈലി, പ്രത്യേകിച്ച് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയതായി ഒരു വിഭാഗം നേതാക്കൾ ആരോപിച്ചു. അധികാരം എങ്ങനെയെങ്കിലും നിലനിർത്തണമെന്ന അദ്ദേഹത്തിൻ്റെ രീതി പാർട്ടിക്കും മുന്നണിക്കും വിള്ളലുണ്ടാക്കിയതായും വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പ്രധാന ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് യോഗത്തിൽ പങ്കെടുത്ത പല നേതാക്കളും അഭിപ്രായപ്പെട്ടു. പിണറായി വിജയനും MV ഗോവിന്ദനും ചേർന്നുള്ള ഒരു കോക്കസാണ് നിലവിൽ CPMനെ നയിക്കുന്നതെന്ന ആരോപണവും യോഗത്തിൽ ഉയർന്നു. തെരഞ്ഞെടുപ്പിൽ CPI അംഗങ്ങൾ വ്യാപകമായി UDFന് അനുകൂലമായി ക്രോസ് വോട്ട് ചെയ്തതാണ് ചുവപ്പ് കോട്ടകളുടെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി തന്നെ യോഗത്തിൽ സൂചിപ്പിച്ചു. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തളിപ്പറമ്പിൽ PK ശ്യാമളയെ മത്സരിപ്പിച്ചത് തിരിച്ചടിയായെന്നും ഇത് പാർട്ടിയുടെ വിജയ സാധ്യതകളെ ബാധിച്ചുവെന്നും വിമർശനമുണ്ടായി. അതേസമയം മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്തരത്തിൽ പരസ്യമായി സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉന്നയിച്ചതിലും അത് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതിലും CPM നേതൃത്വം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലടക്കം കോടിയേരി ബാലകൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വരുന്ന സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് യോഗത്തിൽ ഇത്തരമൊരു വിമർശനം ഉയർന്നിരിക്കുന്നത്.